happiness. നമസ്കാരം. പോലീസ് പെട്രോളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമീപകാലത്തായി കേരളത്തിൽ ഗാർഹിക പ്രശ്നങ്ങളും വിവാഹമോചനങ്ങളും ഗണ്യമായി വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ. ഒരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ രമ്യമായി പിരിയുന്നതിന് പകരം അതുവരെ ഒപ്പം കഴിഞ്ഞ പങ്കാളിയോട് കൊടും പക മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് പലരും. ഇത് പലപ്പോഴും ചോരക്കളികൾക്കും അരുംകൊലകൾക്കും കാരണമാകുന്നുമുണ്ട്. അത്തരമൊരു നടുക്കമുണ്ടാക്കുന്ന സംഭവം കൊല്ലം കുടുംബ കോടതിക്ക് സമീപം നടന്നു. വിവാഹമോചന കേസ് നടക്കുന്നതിനിടെ യുവതിയെ കഴുത്തറത്ത് കൊല്ലാനായിരുന്നു ഭർത്താവിന്റെ ശ്രമം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം പോലീസ് പെട്രോളിലേക്ക്. കൊല്ലത്ത് കോടതി വളപ്പിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. യുവതിയെ കഴുത്തറത്ത് കൊല്ലാൻ ഭർത്താവ് ശ്രമിച്ചു. കൊല്ലം ആൽത്തറ മോട്ടിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് സമീപമുള്ള റോഡിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം. യുവതി തടഞ്ഞതിനാൽ ഗുരുതരമായി പരിക്കേറ്റില്ല. പ്രതി കാവനാട് മുക്കാട് സ്വദേശി ബിൻസിയെ നാട്ടുകാരും പോലീസും ചേർന്നാണ് കീഴ്പ്പെടുത്തത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരിയിലാണ് ഇയാൾ ആക്രമണം അഴിച്ചുവിട്ടത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിലെ ഹിയറിംഗിന് ശേഷം മടങ്ങുമ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. കാവനാട് മുക്കാട് സ്വദേശി ബിൻസിയും ഭാര്യയും തമ്മിൽ 2.5 വർഷമായി കുടുംബ പ്രശ്നത്തെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു. കേസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹിയറിംഗിനെത്തിയ ശേഷം ഇരുവരും മടങ്ങിപ്പോകുമ്പോഴായിരുന്നു സംഭവം. വക്കീലിനൊപ്പം നടന്നു വന്ന യുവതിയെ മതിലിൽ ചേർത്ത് നിർത്തി ബിൻസി കഴുത്തറക്കാൻ ശ്രമിച്ചു. തടയുവാൻ ശ്രമിച്ചപ്പോൾ കൈക്കും പരിക്കേറ്റു. പിന്നീട് വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കാനായി ഇയാൾ പാഞ്ഞെടുത്തു. ഇതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് ബിൻസിയെ കീഴ്പ്പെടുത്തി യുവതിയെ രക്ഷിച്ചു. കേസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിക്കാണ് അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഞാൻ എന്റെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു മതിലിനോട് ചേർന്ന്. അപ്പൊ ഞാൻ വണ്ടി എടുക്കാനായിട്ട് എന്റെ കൂടെ ദീപിക ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ്. അപ്പൊ വണ്ടി എടുക്കാനായിട്ട് ചെന്ന സമയത്ത് പുള്ളിക്കാരൻ നടന്നു വന്നിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. പെട്ടെന്ന് കത്തി എടുത്ത് കഴുത്തിന് നേർക്ക് വെക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ചെറുതായിട്ട് മുറിഞ്ഞു പോറന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തട്ടി മാറ്റിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ കൈയെടുത്ത് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മതിലിനോട് ചേർത്ത് നിർത്തി വയറ്റത്ത് കുത്തു. ചെറുതായിട്ട് കൊണ്ടുപോളൂ. അപ്പോഴത്തേക്ക് ഞാൻ കയറി പിടിച്ചപ്പോഴാണ് കൈ മുറിഞ്ഞത്. മത്സ്യത്തൊഴിലാളിയെ ബിൻസി പലപ്പോഴും മദ്യപിച്ചെത്തി ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെയും ഇയാൾ ഇവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി. പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് മണ്ണാർക്കാട് അനുജന്റെ ഭാര്യയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മൈലാമ്പാടം സ്വദേശി ഷിഹാബുദ്ദീനെയാണ് ആക്രമണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. ഇളയ സഹോദരൻ ഫയാസിന്റെ ഭാര്യ ഫാത്തിമ നസ്റിനെയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തുടർന്ന് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇളയ സഹോദരൻ ഫയാസിന്റെ ഭാര്യ ഫാത്തിമ നസ്റിനെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ഷിഹാബുദ്ദീൻ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വീടിന്റെ പിൻവശത്തെത്തി അടുക്കളയിലേക്കുള്ള വാതിൽ കുറ്റിയിട്ട ശേഷം മുൻവാതിലിൽ കൂടി അകത്ത് കയറിയായിരുന്നു ആക്രമണം. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന നസ്രിയയെ കൊടുവാൾ കൊണ്ടാണ് പ്രതി തുരുതുരെ വെട്ടിയത്. വെട്ടേറ്റ നസ്രിയ അടുപ്പിന് സമീപം നിലത്തു വീണു. തലയിൽ തുടർച്ചയായി 7 തവണ വെട്ടേറ്റിരുന്നു. നിലവിളി കേട്ടെത്തിയ സമീപവാസികളും ബന്ധുക്കളുമാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ നിന്ന് കടന്നു കളഞ്ഞ ഷിഹാബുദ്ദീൻ പിന്നീട് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അക്രമം നടന്ന വീട്ടിൽ പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി.
മണ്ണാർക്കാട് CI MB രാജേഷ്, SI AK ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശിഹാബുദ്ദീന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായും സൂചനയുണ്ട്. പരിക്കേറ്റ നസ്രിയ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പത്തനംതിട്ട മെഴുവേലിയിൽ അവിവാഹിതയായ 21-കാരി പ്രസവിച്ച കുഞ്ഞ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിന്റെ മരണം തലക്കേറ്റ ക്ഷതം കാരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. യുവതി തലകറങ്ങി വീണപ്പോൾ ഉണ്ടായ ക്ഷതമാകാം കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയെ വിശദമായി ചോദ്യം ചെയ്യും. യുവതിയുടെ കാമുകനെതിരെയും കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് നവജാത ശിശുവിൻ്റെ മരണം തലക്കേറ്റ ക്ഷതം മൂലമാണെന്ന് കണ്ടെത്തിയത്. പ്രസവ സമയത്ത് യുവതി ശുചിമുറിയിൽ തലകറങ്ങി വീണതായി മൊഴി നൽകിയിരുന്നു. ഈ വീഴ്ചയിൽ നവജാത ശിശുവിന് തലയ്ക്ക് ക്ഷതമേറ്റതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. അവിവാഹിതയായ 21-കാരി ഗർഭിണിയായ സംഭവത്തിൽ കാമുവിനെതിരെയും കേസെടുക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് യുവതി വീട്ടിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഉപേക്ഷിച്ചത്. രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയ യുവതിയെ പരിശോധിച്ച ഡോക്ടറാണ് കുറച്ചു സമയം മുമ്പ് ഇവർ പ്രസവിച്ചതായി കണ്ടെത്തിയത്. തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. യുവതി ഗർഭിണിയായ വിവരം വീട്ടുകാരും അറിഞ്ഞിരുന്നില്ല. വീട്ടിലെ ശുചിമുറിയിലാണ് പ്രസവിച്ചതെന്നും കുഞ്ഞിൻ്റെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനായി വായ പൊത്തിപ്പിടിച്ചുവെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. കുഞ്ഞിനെ പിന്നീട് വാഴയിലയിൽ പൊതിഞ്ഞ് ഉപേക്ഷിക്കുകയായിരുന്നു. യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം ബാലരാമപുരത്ത് നമുക്കറിയാം 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവം കേരളത്തെ ആകെ വല്ലാതെ ഞെട്ടിപ്പിച്ചതാണ്, ഒരുപാട് ചിന്തിപ്പിച്ചതാണ്. ഈ കുടുംബങ്ങൾക്കകത്ത്, കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളെക്കുറിച്ച് കേരള മനസാക്ഷി വല്ലാതെ നൊമ്പരപ്പെട്ടതാണ്. ആ കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിന് അറിയാമായിരുന്നുവെന്ന് പ്രതി ഹരികുമാർ മൊഴി നൽകിയതിനെ തുടർന്നാണ് ഇത്. നുണ പരിശോധനയ്ക്ക് അനുമതി തേടി പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിലാണ് വഴിത്തിരിവ്. കൊലപാതകത്തെക്കുറിച്ച് കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിന് അറിയാമായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. റൂറൽ SP K സുദർശൻ ജയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രതി ഹരികുമാർ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധന നടത്താൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. അനുവാദം തേടി ബാലരാമപുരം പോലീസ് കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് നുണപരിശോധന നടത്താനാണ് നീക്കം.
കേസിൽ ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അച്ഛനും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് പറയുന്നത്. ജനുവരി 30-നാണ് ബാലരാമപുരത്തെ വീട്ടിലെ കിണറ്റിൽ 2.5 വയസ്സുള്ള ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് പട്ടാമ്പിയിൽ സ്വകാര്യ ലോഡ്ജിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂട്ടനാട് സ്വദേശി വേണുഗോപാൽ ആണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ കമാനത്തിനടുത്തുള്ള ലോഡ്ജിലെ മുറിയിലാണ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂറ്റനാട് കൊടലിൽ വീട്ടിൽ വേണുഗോപാലനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് വാടക വാങ്ങാൻ ലോഡ്ജ് ജീവനക്കാർ എത്തിയപ്പോഴാണ് വേണുഗോപാലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പതിനഞ്ചാം തീയതിയാണ് വേണുഗോപാൽ ലോഡ്ജിൽ മുറിയെടുത്തത്. എന്നും വൈകിട്ട് ജീവനക്കാർ വാടക വാങ്ങുകയാണ് പതിവ്. തിങ്കളാഴ്ച വൈകിട്ടും ഇയാൾ വാടക നൽകിയിരുന്നു. അതിനുശേഷം ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കൊല്ലത്ത് RT ഓഫീസിൽ പരാതി കൊടുക്കാൻ എത്തിയവരും അഭിഭാഷകരും തമ്മിൽ കയ്യാങ്കളി. സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ എത്തിയത്. കടയ്ക്കൽ സ്വദേശിനി ഷമീനയുടെ വാഹനത്തിന് കുറുകെ അഭിഭാഷകൻ കാറ് പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ഇരു വിഭാഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന RT ഓഫീസിൽ പരാതി നൽകിയ ശേഷം കടയ്ക്കൽ സ്വദേശി ഷമീന തിരികെ മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ഇവരുടെ വാഹനം പാർക്ക് ചെയ്തിരുന്ന ഇടത്ത് അഭിഭാഷകന്റെ വാഹനം കുറുകെ പാർക്ക് ചെയ്തതിനാൽ വാഹനം മാറ്റിത്തരണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വാഹനം മാറ്റാൻ കൂട്ടാക്കാതെ അഭിഭാഷകൻ യുവതിയോടും ഡ്രൈവറോടും തട്ടിക്കയറി എന്നാണ് പരാതി. വഴക്ക് കെട്ടെത്തിയ മറ്റ് അഭിഭാഷകരും ഒപ്പം ചേർന്ന് തന്നെയും ഡ്രൈവറെയും ആക്രമിച്ചു എന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഞാൻ നോർമലായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ നേരെ ഓപ്പോസിറ്റ് അതിന് നേരെ കുറുകെയായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ആളുണ്ടായിരുന്നു. ഒരാൾ ഇറങ്ങി. അപ്പം ഒരു സാധാരണ വേഷത്തിൽ നിന്ന് ഒരാളാണ്, വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അപ്പം എൻ്റെ കൂടെ വന്ന ഡ്രൈവർ പുള്ളിയോട് പറഞ്ഞു ഇത് എടുത്ത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. ഇത് ഒന്ന് മാറ്റി തരുന്ന സാറേ ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. അപ്പം ഞാൻ കരുതി യൂണിഫോം ഇട്ടിട്ടായിരിക്കും. അപ്പം യൂണിഫോം എടുക്കുന്നുണ്ട്, കോട്ട് എടുക്കുന്നുണ്ട്, കോട്ട് ദേഹത്തേക്ക് ഇടുന്നു. ഇട്ടതിന് ശേഷം സാറേ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോകാനുള്ളതാണ്, ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇദ്ദേഹം കേൾക്കുക പോലും ചെയ്യാതെ എനിക്ക് മനസ്സിലെടുത്ത് മാറ്റി തരാമെന്ന് പറഞ്ഞ് പുള്ളി കോടതിക്ക് അകത്തേക്ക് കയറി. എന്നാൽ അഭിഭാഷകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടത്തായിരുന്നു ഇവർ വാഹനം പാർക്ക് ചെയ്തിരുന്നത് എന്നും ഇത് ചോദിച്ചപ്പോൾ മോശമായ രീതിയിൽ യുവതിയും ഡ്രൈവറും മറുപടി നൽകിയെന്നും അഭിഭാഷകനായ കൃഷ്ണകുമാർ പറഞ്ഞു. തുടർന്ന് യുവതിയും ഡ്രൈവറും ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അഭിഭാഷകന്റെ ആരോപണം. ഞാനവിടെ ചെല്ലുമ്പോൾ ഈ ഒരു ഓറഞ്ച് ചുരിദാർ ലേഡി നേരെ എൻ്റെ മുമ്പിൽ കൈ കെട്ടി ബാഗിൽ കൈ കൊണ്ടുവന്ന് താൻ ആരാടോ എന്നാണ് ആദ്യം വേണ്ടിയിട്ട് ചോദിക്കുന്നത്. അതാ മുകളിലത്തെ CCTVയിലേക്ക് വളരെ വ്യക്തമായിട്ട് ദൃശ്യ കാണും. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ വേഷം കണ്ടാൽ മനസ്സിലായില്ലേ, ഞാൻ വക്കീലെന്നുള്ള കാര്യം മനസ്സിലായില്ല.
താൻ ഇവിടുത്തെ വക്കീലാണോ, താൻ ഇവിടുത്തെ വക്കീലല്ലെന്താ, ഇങ്ങനെയാണോ ഞങ്ങൾ എത്ര മണിക്കൂറാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുക? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ കോടതിക്കകത്താണ്, ഓക്കെ, ഞാനത് നിങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടി ഓടി വരുന്നത്. അപ്പോൾ ഇവർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ഞാൻ പറയും, മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് ശരിയായ നടപടിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞെടുക്കാമെന്ന് ഞാൻ ലേഡി എൻ്റെ കൈ കയറി പിടിക്കുക, എൻ്റെ ഉടുപ്പിൽ കോട്ടിൻ്റെ ഗവൺമെൻറ് കയറി പിടിക്കുന്നത്. അപ്പോൾ പയ്യൻ ഓടി, കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഓടി വന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് വണ്ടി മാറ്റിയിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യൂണിഫോം വെച്ചിട്ട് വക്കീലിൻ്റെ ദേഹത്തേരി പിടിക്കുന്നത് മോശമല്ലേ? അപ്പോൾ പിടിച്ചാൽ നീ വീണ്ടും അവരെന്നെ ആക്രമിക്കണം. ഇരുകൂട്ടരും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. വെസ്റ്റ് പോലീസ് പരാതിക്കാരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച വ്യാഴാഴ്ച അഭിഭാഷകർ കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ബാർ അസോസിയേഷൻ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. മൂവാറ്റുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാൾ കോടതിയിൽ കീഴടങ്ങി. കേസിലെ ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷറീഫ് ഷംസുദ്ദീനാണ് കീഴടങ്ങിയത്. രണ്ടാം പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാണെന്ന് പോലീസ് പറയുന്നു. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നിന്നും കടന്നു കളഞ്ഞ പ്രതികളെ 5 ദിവസം പിന്നിട്ടും പിടിക്കാൻ കഴിയാഞ്ഞത് സേനയ്ക്ക് നാണക്കേടായിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. മൂവാറ്റുപുഴ കദളിക്കാട് ഭാഗത്ത് വാഹന പരിശോധന നടത്തവേ കല്ലൂർക്കാട് SI മുഹമ്മദിനെ തൊടുപുഴ സ്വദേശികളായ മുഹമ്മദ് ഷെരീഫ്, ആസിഫ് നിസാർ എന്നിവർ കാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ആക്രമണത്തിൽ SIയുടെ കാലിനും കൈക്കും പരിക്കേറ്റിരുന്നു. ആക്രമണത്തിനു ശേഷം കാറുമായി പ്രതികൾ തൊടുപുഴയ്ക്ക് കടന്നു. രാത്രി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ പിടികൂടാനായില്ല. പിറ്റേ ദിവസം തൊടുപുഴയ്ക്കടുത്ത് വെങ്ങല്ലൂരിൽ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചുവെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടെയാണ് പ്രതികളിൽ ഒരാൾ കോടതിയിൽ കീഴടങ്ങിയത്. ഒന്നാം പ്രതി മുഹമ്മദ് ഷെരീഫ് ഷംസുദ്ദീനാണ് അഭിഭാഷകനൊപ്പം മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കീഴടങ്ങിയത്. മുഹമ്മദ് ഷെരീഫിനെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇയാൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ വ്യാഴാഴ്ച നൽകും. രണ്ടാം പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. സഹപ്രവർത്തകനായ സബ് ഇൻസ്പെക്ടറെ വാഹനമിടിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് സേനയ്ക്കുള്ളിൽ തന്നെ വിമർശനവുമുണ്ട്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന് 100 മീറ്റർ മാത്രം അകലെയുള്ള കോടതിയിലെത്തിയാണ് പ്രതി കീഴടങ്ങിയതെന്നതും പോലീസിന് നാണക്കേടായി. ന്യൂസ് 18 ഇടുക്കി. വായ്പാ തിരിച്ചടവിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആക്രമണത്തിലെത്തുന്ന സംഭവങ്ങൾ നിരവധിയാണ്. അത്തരമൊരു വാർത്തയാണ് കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നും വന്നിട്ടുള്ളത്. ചെറുവത്തൂരിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരനെ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. തൃക്കരിപ്പൂർ എളബച്ചി സ്വദേശി സോബിനാണ് മർദ്ദനമേറ്റത്. വാഹന വായ്പ തിരിച്ചടയ്ക്കാനുള്ള റമീസ് എന്നയാളുമായി ഉണ്ടായ തർക്കമാണ് ഇതിന് കാരണമായത്. തുടർന്ന് വഴിയിൽ വെച്ച് റമീസിന്റെ നേതൃത്വത്തിൽ ബൈക്ക് ഇടിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ബൈക്ക് ലോണിന്റെ EMI കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിനിടയിലാണ് സോബിന് മർദ്ദനമേറ്റത്. ചെറുവത്തൂർ സ്വദേശികളായ റമീസ്, റംഷീദ്, ഗഫൂർ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സോബിൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ലോൺ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. യാതൊരു പ്രകോപനവും കൂടാതെ ഹെൽമറ്റ്, കുപ്പിച്ചില്ല് എന്നിവ കൊണ്ട് ആക്രമിച്ചു എന്നാണ് പരാതി. സോബിൻ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ മൈസൂരു സ്വദേശിയായ യുവതിയെ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. ചൊവ്വാഴ്ച രാത്രിയാണ് നാട്ടുകാർ യുവതിയെ അവശനിലയിൽ റോഡിൽ കണ്ടെത്തിയത്.
പോലീസ് എത്തി ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. യുവതിയെ കൊണ്ടുവന്ന കൂടത്തായി സ്വദേശി മുഹമ്മദ് നിസാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ ടയർ പഞ്ചറായതിനാൽ യുവതിയെ വഴിയിലിറക്കി പോയതെന്നാണ് ഇയാളുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയാണ് ഈങ്ങാപ്പുഴ ഏലോക്കരയിൽ നാട്ടുകാർ യുവതിയെ അവശനിലയിൽ റോഡരികിൽ കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി യുവതിയെ സ്റ്റേഷനിലേക്ക് മാറ്റി. സംഭവത്തിൽ കൂടത്തായി സ്വദേശി മുഹമ്മദ് നിസാമിനെയാണ് പോലീസ് പിന്നീട് പിടികൂടിയത്. യുവതിയെ നിസാം ഈങ്ങാപ്പുഴയിൽ ഇറക്കിവിടുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടിരുന്നു. യാത്ര തുടർന്ന നിസാം ടയർ പഞ്ചറായതിനെ തുടർന്ന് ഏലോക്കരയിലെ ടയർ കടയിൽ വാഹനവുമായി എത്തി. ടയർ മാറ്റിയെങ്കിലും കയ്യിൽ പണമില്ലാത്തതിനാൽ ഗൂഗിൾ പേ വഴി പണം അയച്ചു തരാൻ സുഹൃത്തുക്കളെ വിളിച്ചു. പണം കിട്ടാൻ കാത്തിരിക്കുന്നതിനിടെയാണ് നേരത്തെ സംഭവം കണ്ട ഓട്ടോ ഡ്രൈവർ നിസാമിന്റെ വാഹനം തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകിയത്. തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. യുവതിയെ കാറിൽ കയറ്റിയത് താമരശ്ശേരി ടൗണിൽ നിന്നാണെന്നാണ് നിസാമിന്റെ മൊഴി. താമരശ്ശേരി വരെ യുവതിയെ എത്തിച്ചത് മറ്റൊരാളാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. മലയാളികളായ 3 പേർക്കൊപ്പമാണ് വന്നതെന്ന് മൈസൂരു സ്വദേശിനിയായ യുവതിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 താമരശ്ശേരി. കൊല്ലത്ത് ആയുർവേദ സ്പാ സെന്ററിൽ കയറി കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ 4 പേർ അറസ്റ്റിൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് പാൽക്കുളങ്ങരയിലെ സ്ഥാപനത്തിൽ കവർച്ച നടന്നത്. ആയുർവേദ സ്പാ സെന്ററിൽ കയറി പ്രതികൾ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുന്ന ദൃശ്യങ്ങളാണിത്. പാൽക്കുളങ്ങരയിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. കാറിലെത്തിയ സംഘം സ്ഥാപനത്തിൽ കയറി ഉടമയായ യുവതിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുകയും മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തി കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ ഊരിവാങ്ങി. മേശയിൽ നിന്ന് പണവും ഇവർ കവർന്നു. യുവതിയും ജീവനക്കാരനായ യുവാവും മാത്രമാണ് ഈ സമയം സ്ഥാപനത്തിലുണ്ടായിരുന്നത്. കിളികൊല്ലൂർ പോലീസിൽ നൽകിയ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വടക്കേവിള സ്വദേശി റിയാസ്, ഉമയനല്ലൂർ സ്വദേശി ഷാനവാസ്, പരവൂർ കോട്ടപ്പുറം സ്വദേശി നൌഫൽ, അയത്തിൽ സ്വദേശി സജാദ് എന്നിവരാണ് അറസ്റ്റിലായത്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിൽ നിന്ന് ബീഫ് ചൂടാക്കി കഴിച്ച ശേഷം പണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞ കള്ളൻ പോലീസ് പിടിയിൽ. തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് കസബ പോലീസിന്റെ പിടിയിലായത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് അനീഷ് എന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ മെയ് 21-ന് പാലക്കാട് ചന്ദ്രനഗറിലെ മൂൺ സിറ്റി ഹോട്ടലിൽ നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഹോട്ടലിന്റെ പിൻവാതിൽ പൊളിച്ചകത്ത് കയറിയ മോഷ്ടാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ബീഫ് എടുത്ത് ചൂടാക്കി കഴിച്ച ശേഷം പണം മോഷ്ടിക്കുന്നു. ഹോട്ടൽ ഉടമയുടെ സൺഗ്ലാസും വിലപിടിപ്പുള്ള ഫോൺ ചാർജറും 25,000 രൂപയും മോഷ്ടിച്ച ശേഷം പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് CCTV കാണുന്നത്. ഉടൻ തന്നെ ഭക്ഷണം പാഴ്സലാക്കി
പണവുമെടുത്ത് പ്രതി കടന്നുകളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അന്വേഷണത്തിനിടെ തൃശൂരിൽ വെച്ചാണ് മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാർ കസബ പോലീസിന്റെ പിടിയിലായത്. ഇയാൾ വാണ്ടറിംഗ് ആണ്. ഇയാൾ നടന്നിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകും. പ്രത്യേകിച്ച് മാർത്താണ്ഡത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ കന്യാകുമാരിയിലോ മാർത്താണ്ഡത്തോ ഇയാൾ പോകാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് നടന്നു പോവുക, അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുക്കുക, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ആക്രി പെറുക്കി നടക്കുന്ന ആളായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വേറെ കേസുകളുണ്ട്? ഒരുപാട് കേസുകളുണ്ട്. കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ ഇനിയും കൂടുതൽ കേസുകളുണ്ടോ എന്നും കൂടെ അന്വേഷിച്ചു വരുന്നു. ഭക്ഷണം പാചകം ചെയ്യാൻ വിദഗ്ധനായ അനീഷ് ഹോട്ടലുകളും ബേക്കറികളും വീടുകളും കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഒരു ദിവസം തന്നെ നിരവധി മോഷണങ്ങൾ നടത്തുന്നതാണ് അനീഷിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 പാലക്കാട്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ട ലഹരി വിൽപ്പനക്കാരനെ അഗളിയിൽ നിന്ന് പിടികൂടി. പന്തീരങ്കാവ് സ്വദേശി ദിൽഷാദാണ് അറസ്റ്റിലായത്. കോഴിക്കോട്ട് വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞെത്തിയ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട ഇയാളെ സിറ്റി ഡാൻസ് സ്റ്റാഫും നല്ലളം പോലീസും ചേർന്നാണ് പിടിച്ചത്. 10ഓളം കേസുകളിൽ പ്രതിയാണ് ദിൽഷാദ്. ഒരു മാസത്തിലധികമായി ഡാൻസ് സ്റ്റാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു പന്തീരാങ്കാവ് സ്വദേശി എടക്കുറ്റിപ്പുറം ദിൽഷാദ്. ലോഡ്ജുകളിലും വാടക വീടുകളിലും താമസിച്ച് ജില്ലയിലെ പലയിടങ്ങളിൽ കാറിൽ MDMA വിൽപ്പന നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. ഒടുമ്പ്രയിൽ വാടക വീട്ടിൽ താമസിച്ച് ലഹരി കച്ചവടം നടത്തുന്നതായി വിവരം കിട്ടിയതോടെയാണ് കഴിഞ്ഞ ദിവസം നല്ലളം പോലീസ് ദിൽഷാദിനെ തേടിയെത്തിയത്. ഈ സമയം കാറിൽ വീട്ടിലേക്ക് വന്ന ദിൽഷാദ് പോലീസിനെ കണ്ടയുടൻ കാർ നിർത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഡാൻസ് സ്റ്റാഫും പോലീസും തെരച്ചിൽ നടത്തിയെങ്കിലും ദിൽഷാദിനെ കണ്ടെത്താനായില്ല. കാറിൽ നിന്ന് 51 ഗ്രാം MDMA കണ്ടെടുത്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അഗളിയിലെ ഒളിത്താവളത്തിൽ നിന്ന് പോലീസ് ദിൽഷാദിനെ പിടികൂടിയത്. അഗളി പോലീസിന്റെ സഹായത്തോടെയായിരുന്നു നടപടി. കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചുപറി, അടിപിടി, പോക്സോ തുടങ്ങിയ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ബീച്ച്, മാളുകളുടെ പരിസരം എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന മുഖ്യ കണ്ണിയാണ് ദിൽഷാദ്. പ്രതിക്ക് MDMA നൽകിയവരെക്കുറിച്ചും ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവരെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ കൈക്കൂലി കേസിൽ ശേഖർ കുമാറിന്റെ സ്ഥലം മാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് വിജിലൻസ്. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ മേഘാലയയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ നിർണായക നീക്കം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ്. കഴിഞ്ഞ ദിവസമാണ് ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ മേഘാലയയിലേക്ക് സ്ഥലം മാറ്റിയത്. കൈക്കൂലി കേസിൽ വിജിലൻസ് ചോദ്യം ചെയ്യാൻ നീക്കം നടക്കവെയാണ് ഈ സ്ഥലം മാറ്റം. കേസിനോട് സഹകരിക്കണമെന്ന് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്ന ഉറപ്പിനെ തുടർന്ന് ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധിയും നീട്ടി. കോടതി ഇടപെടലുകൾ അന്വേഷണത്തിന് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് വിജിലൻസിനുള്ളത്.
കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ നിർണായക നീക്കം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ്. ഇല്ല, ഒരിക്കലും ബാധിക്കില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തോട് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ നമുക്കൊരു പ്രശ്നം വരില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറച്ചായില്ല അന്വേഷണം തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ അന്വേഷണം നമുക്ക് കുറച്ച് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഇപ്പോൾ 50,000-ഓളം വോയിസ് ചാറ്റ്സും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏകദേശം വെരിഫൈ ചെയ്ത് ഏകദേശം എത്തി നിൽക്കുകയാണ്. ഇനി കുറച്ച് ഒരു 3 ലക്ഷത്തിൽ പരം മറ്റ് ഡാറ്റയുണ്ട് നമുക്ക്. അത് നമ്മുടെ പരിശോധന തുടർന്നു വരികയാണ്. അപ്പോൾ അതാണ് എടുക്കുന്ന സമയം. തീർച്ചയായിട്ടും യാതൊരു സംശയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ 2 ആഴ്ച നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. വിത്തിൻ ദാറ്റ് ടൈം നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിജിറ്റൽ തെളിവുകൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ച് നോട്ടീസ് നൽകി ശേഖർ കുമാറിനെ വിളിച്ചു വരുത്തുകയാണ് വിജിലൻസിന്റെ ലക്ഷ്യം. ശേഖർ കുമാറിനെതിരായ പരാതിയിൽ ഇഡിയും ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്ര ലക്ഷ്യസ്ഥാനത്ത് പലപ്പോഴും എത്താറുണ്ടെങ്കിലും അതിനെ മാത്രം ആശ്രയിച്ച് പണി കിട്ടിയവരും ധാരാളമാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം റോഡ് കടയിലെ പോക്കറ്റ് റോഡിലൂടെ നാശനഷ്ടങ്ങൾ വരുത്തി കണ്ടെയ്നർ ലോറി എത്തിയത് ഗൂഗിൾ മാപ്പിലൂടെ നോക്കി വഴിതെറ്റിയാണ്. അഷ്ടമുടി കായലിൽ വാഹനം പതിക്കാതെ രക്ഷപ്പെട്ടതാകട്ടെ തലനാഴിഴയ്ക്കും. ഡ്രൈവറടക്കം ലോറിയിൽ ഉണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് എത്തി ഏറെ പണിപ്പെട്ടാണ് വലിയ ക്രെയിനിന്റെ സഹായത്തോടെ ലോറി തിരികെ കയറ്റിയത്. പുലർച്ചെ 1:30 മരച്ചില്ലകളും മറ്റും ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ ഉണരുന്നത്. ചെറിയ വാഹനങ്ങൾ മാത്രം എത്തുന്ന ഇടറോഡിലേക്ക് വലിയ കണ്ടെയ്നർ എത്തിയത് നാട്ടുകാരെ ദുരിതത്തിലാക്കി. KSCB ലൈനുകൾ തകർത്താണ് വാഹനമെത്തിയത്. വീടുകളുടെ മതിലുകൾക്കടക്കം നാശനഷ്ടങ്ങളുണ്ടായി. തമിഴ്നാട് സ്വദേശികളായ ഡ്രൈവറും മറ്റ് 2 പേരുമാണ് കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടായിരുന്നത്. ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. കായലിന്റെ കരയിൽ വീട് പണി നടക്കുന്ന സ്ഥലത്ത് വാഹനം പുതഞ്ഞാണ് നിന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് വരാൻ പറ്റാത്ത ഒരു രീതിയിലൊരു വണ്ടിയാണ്. അങ്ങനെ ഉടനെ തന്നെ സ്റ്റേഷനിൽ അറിയിച്ചു. ഇവിടുന്ന് പോലീസ് വന്നു നോക്കിയിട്ട് സംസാരിച്ച് ഇത് എന്തുവാണ്, ഒരു പാലുവണ്ടിയാണ് നമ്മൾ നോട്ടത്തിൽ മനസ്സിലാകും. ഒരു സംശയമുണ്ട്, ഇത്രയും ഒരു വലിയ കണ്ടെയ്നർ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി ഇവിടെ എത്തേണ്ട ഇത് കാര്യമില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു അപകടം. ഇച്ചിരിയും കൂടെ ഒന്ന് തെറ്റിയായിരുന്നെങ്കിൽ ഈ അഷ്ടമുടി കായലിൽ പോയി ഈ കണ്ടെയ്നർ വീണേന്. അഞ്ചാലമൂട് ഭാഗത്തേക്ക് പോകേണ്ട വണ്ടി ഗൂഗിൾ മാപ്പ് നോക്കി വഴി തെറ്റി വന്നതാണെന്നാണ് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത്. പോലീസുകാരുടെയും വാർഡ് മെമ്പറുടെയും സാന്നിധ്യത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പൊക്കി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. ഉടമസ്ഥർ വന്ന ശേഷം നഷ്ടപരിഹാരം നൽകാമെന്നുള്ള ഉറപ്പിന്മേൽ പിന്നീട് വണ്ടി വിട്ടു നൽകി. ന്യൂസ് 18 കൊല്ലം. പാലക്കാട്ട് മണ്ണാർക്കാട്ട് കണ്ടമംഗലത്ത് മരുമകൾ ഭർത്തൃപിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ മലയിൽ മുഹമ്മദ് അലി എന്ന 65-കാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഹമ്മദ് അലിയുടെ പരാതി പ്രകാരം മകൻ ഷെരീഫിന്റെ ഭാര്യ ഷബ്നയ്ക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. ഷെരീഫ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. സ്വത്തുതർക്കമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. തന്നെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി ഷബ്നയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവാഹ സമയത്ത് തനിക്ക് ലഭിച്ച സ്വർണം ഭർത്തൃവീട്ടുകാർ ദുരുപയോഗം ചെയ്തുവെന്നും തിരിച്ചുതരാനാവശ്യപ്പെട്ട് താൻ വീട്ടിലെത്തിയപ്പോൾ വാക്കുതർക്കമുണ്ടായെന്നുമാണ് യുവതിയുടെ മൊഴി. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ വാർത്തയോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാവുകയാണ്. നമസ്കാരം.